ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, അങ്ങനെ സ്റ്റൂസ് പലതരത്തിലുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി ഫിഷ് സ്റ്റൂ ആണ്. പ്രോൺസ് കൊണ്ടുള്ള ഒരു സൂപ്പർ സ്റ്റൂ. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു സ്റ്റൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയിട്ട് പൊട്ടുമ്പോഴത്തേക്ക് സ്പൈസസ് ആയിട്ട് ഗ്രാമ്പൂവും ഏലക്കയും പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇന്നേരം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചതച്ച പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാനായിട്ട് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങയുടെ 1ാം പാല് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അധികം തിളയ്ക്കേണ്ട, ജസ്റ്റ് തിള വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് പാകമാണെന്ന് നോക്കി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് അതൊന്ന് നിർത്തി വെക്കാം. മറ്റൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ഗാർലിക്കും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഈ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ ഇനി പ്രോൺസ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.